രണ്ട് ചായ ഒന്ന് വിത്തൗട്ട്. രണ്ട് ചായ വിത്തൗട്ട്. പള്ളാർച്ച് പറ്റി വീങ്ങണ്ടല്ല. എന്താണ് യമകന്റെ കോളെല്ലാം കിട്ടിയാ പറയാ? എന്ത് കോളിന്റെ കോയ? പിന്നെ ഇക്ക അവിടെ 1 രൂപ 10 പൈസ ബുക്കിൽ എഴുതിക്കോ. പറ്റു കുറച്ച് അധികമായി. അതിനെന്താ, ഞാനില്ലേ? ഓലക്കര മൂടി. തന്റെ പേര് പറഞ്ഞാലും പറ്റണ്ടല്ല. പലചരക്കടക്കാരൻ ഹൈദ്രോസിക്ക സാധനം കടം തരൂല്ല. താൻ ചുമ്മാ കയറിയ ആളാകടോ. ഉടമസ്ഥനെ ഹമീദക്ക സമ്മതിച്ച പിന്നെ സപ്ലയർ ആയ തനിക്കെന്താ? അല്ലോ, ഹമീദിക്ക് ഇങ്ങനെ സമ്മതിച്ചാണ് ഇതേ അലമാരിലെ പലഹാരത്തിന് എണ്ണം കുറഞ്ഞത്. കാലത്ത് തന്നെ കുറ്റിയും പറിച്ചിങ്ങാട് പോരും. ആരാന്റെ മുതലേ ഞമ്മന്റെ വയറേന്നും പറഞ്ഞിട്ട് ഒന്നിറങ്ങി പോടോന്നേ. ഇപ്പൊ തരാം, മനസ്സിലിരിക്കും. ഇപ്പൊ തരടോ, ഒന്ന് വെറുതെ ഇട്ടേ. കടം ചോദിച്ചാൽ മതിയേക്കണ്ട കള്ളാൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നളന്തറയിൽ അരിയാര് കുഞ്ഞിയുടെ വീട്ടിലെ കസേരയെ കയറിയിരിക്കാൻ മാത്രം ചായക്കടക്കാരൻ ഹമീദ് വളർന്നോടാ. ബാപ്പ എന്താ വന്ന കാലത്ത് തന്നെ നിക്കണേ? ഇരിക്കായിരുന്നില്ലേ? ആലോചിക്കായി അല്ല മോളെ, ആരെങ്കിലും വരട്ടെ എന്ന് കരുതി. മോക്കിവിടെ സുഖം തന്നെയല്ലേ? അതെ പാപ്പ. അൽഹംദുലില്ലാഹ്. നിനക്കിവിടെ ഒരു കുറവും വരില്ലെന്ന് വാപ്പക്കറിയാം. നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ സാധിച്ചത് നിന്റെയും എന്റെയും ഭാഗ്യ. നിന്റെ മാമ ഇല്ലേ ഇവിടെ? മാമയും അമ്മായി എവിടെ പോയിരിക്കുക? വീട്ടില് ഉമ്മായിക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇക്കായ്ക്ക് ബാപ്പയൊന്ന് കാണണമെന്ന്. അകത്തേക്ക് പോ. മാമയും അമ്മായും വന്നല്ലോ. ഹമീദോ വന്നിട്ട് അധിക നേരായോ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്കാം. മോളെ കാണാൻ വന്നതായിരിക്കും. കാണാൻ മാത്രമല്ല, പിന്നെ കമറുദ്ദീനെയും ഉമ്മുക്കുൽസൂനെയും വിരുന്നിന് കൊണ്ടുപോകാൻ വന്നതാ. വിരുന്നിന് കൊണ്ടുപോവാനോ? സംഗതി കൊള്ളാമല്ലോ ഹമീദേ. എന്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കെട്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എന്റെ മോനൊരു സൂക്കേടുകാരനായി പോയതുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. നിങ്ങളെ വരയിലേക്ക് എന്റെ മോനെ കൂട്ടിക്കൊണ്ടുപോകണം എനിക്കിഷ്ടല്ല. വിരുന്നിനായാലും ശരി, മറ്റെന്തിനായാലും ശരി. എന്റെ നിലയും വിലയും ഞാൻ തന്നെ കാക്കണ്ടേ? എത്ര സ്വത്തും മുതലും ഉണ്ടെങ്കിലും നമുക്ക് ആ ബന്ധം വേണ്ട. അലിയാർ കുഞ്ഞിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമുക്കൊരു അന്തസ്സല്ലേ അല്ലേ? അതെ അതെ, നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയുടെ ഗമയുള്ള അന്തസ്. കാശിന്റെയും പുത്തന്റെയും കാര്യം കേൾക്കുമ്പോ മനുഷ്യനിങ്ങനെ ബടക്കായാലോ? ചെവിട്ടില് മൂട്ട പോയ ജയിലിലെ അയലൊക്കെക്കാര് ചോദിക്കുന്നത് മോളെയും മരുമോനെയും വിരുന്നിന് കൊണ്ടിരുന്നില്ലേന്ന്. അവരങ്ങനെ പറയുന്നെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്തസ് കളയാനൊക്കെ ഹമീദേ? എന്നാലും ഒന്നും പറയണ്ട, ഇത് നടക്കില്ല. എന്താ അവര് വന്നില്ലേ? ഇല്ല. അവരെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അലിയാര കുഞ്ഞിക്ക് ഇഷ്ടമില്ലെന്ന് എന്നവര് പറഞ്ഞു. പിന്നെ പറയാൻ ഞാൻ ഊഹിച്ചു പറയണോ? അവർക്ക് അവിടെ വിലയും നിലയും നോക്കണ്ടേന്ന്. വിലയും നിലയും നോക്കണമായിരുന്നെങ്കിൽ അവരെന്തിനായി കല്യാണം നടത്തിയത്? അത് അവരുടെ ആവശ്യമായിരുന്നു. ആണോ? എന്നാ പുതിയ അപ്പളയും പുതിയ പെണ്ണിനെയും വിരുന്നിന് കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യമാണ്. നീ ഒന്ന് വെറുതെ ഇരിക്കുക. അവരെ വിരുന്നിന് കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ച് ആകാശം ഒടിഞ്ഞു വീഴുവോ? ആലാക്കിന്റെ അവലും കഞ്ഞി. ചെക്കന് സുഖമില്ലെന്ന് പറഞ്ഞ് നിക്കാഹ് പുതിയ അപ്പളയുടെ വീട്ടില്. ഇപ്പൊ വിരുന്നിനും അയക്കില്ലെന്ന്. ഇത് എവിടത്തെ നാട്ടുകിടപ്പാ? അത് കണ്ടോ? ഉമ്മൂന്റെ നിക്കാഹിന്റെ അന്ന് നടന്നതാ അവരുടേത്. ഇപ്പൊ വിരുന്നിന് കൊണ്ടുവന്നിരിക്കുന്നു.
ബിസ്മിയും ചൊല്ലി അകത്തേക്ക് കയറുമോളെ. ഇനി ഈ വീടിന്റെ എല്ലാ ചുമതലകളും നിനക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാ മോളെ. അല്ല മോൾക്ക് ഇത് എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നേക്കണ? അലുവയായിരിക്കും. കറുത്തതാ വെളുത്തതാ? അലുവയൊന്നും അല്ല, കുറച്ച് അച്ചപ്പവും കൊള്ളപ്പുവാ. ആഹാ. താനിതൊന്ന് പിടിച്ചേ. താനാ? നാട്ടു നടപ്പ് തെറ്റിച്ച് കല്യാണം ചെറുക്കന്റെ വീട്ടിൽ നടത്തിയതിന് നാട്ടുകാർ എന്തൊക്കെയാ സൂചിക്കുന്നതെന്ന് ഇത്താത്തേക്ക് അറിയാമോ? ഇനിയിപ്പോ അവര് വിരുന്നിനും അയക്കില്ലെന്ന് പറഞ്ഞാല് നാട്ടുകാരുടെ മുമ്പില് ഞങ്ങൾ തല ഉയർത്തി നടക്കണ്ടേ? അലീമയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഉമ്മുക്കുൽസിനെ കൊണ്ടുപോയിക്കോ. ഉമ്മുക്കുൽസിനെ കാണാനല്ല നാട്ടുകാർ കാത്തിരിക്കുന്നേ, അവളുടെ കെട്ടിയവനെ കാണാനാ. അതാണ് ഒട്ടും നടക്കാത്തത്. അവനെ വിരുന്നിന് പറഞ്ഞയക്കാൻ അവന്റെ ബാപ്പ സമ്മതിക്കൂല. നിങ്ങളുടെ മോന് കെട്ടിച്ചു തന്ന അധികാരം നിങ്ങൾക്കുണ്ടെങ്കിലും അവളെ 10 മാസം ചുമന്ന് പെറ്റവളാ ഞാൻ. എനിക്കും അവളുടെ മേൽ കുറച്ച് അധികാരമൊക്കെ ഇല്ലേ? പെറ്റു വളർത്തിയ അവകാശമൊക്കെ കെട്ടിച്ചയച്ചപ്പോ തീർന്നില്ലേ താത്ത? ആ അവകാശം തീർന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? കൊത്തി കൊത്തി മുറത്തേക്കാർ കൊത്തി തുടങ്ങിയോ? ഈ താഹിറാനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ അന്തസ് ഞങ്ങൾക്ക് നോക്കണ്ടേ അലീമ? പണത്തിന്റെ കുറവല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു അന്തസ്സ് കുറവുമില്ല. അത് പറഞ്ഞ് ഞങ്ങൾ ചവിട്ടി താത്താൻ നോക്കണ്ട. അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്താ? വന്നെ കയറിയപ്പോ തന്നെ ബന്ധുക്കാരിയാണെന്ന് പറഞ്ഞ് കട്ടിലിമേ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഈ മുറ്റം വിട്ട് അകത്ത് കയറാൻ ഇവർക്കൊക്കെ ധൈര്യം വരുമായിരുന്നു. താഹിര, നിങ്ങളെ മാനം കെടുത്താൻ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇരിക്കലീമ, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഉമ്മ പോകുന്നു മോളെ. പഠിച്ച മോളെ കാത്തുരക്ഷിക്കട്ടെ. താഹിര, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്താ ഉമ്മ? എന്റെ ഉമ്മ. ഉമ്മാക്ക് എന്ത് പറ്റി? ഉമ്മാക്കൊന്നും പറ്റിയില്ല. അവർ വന്നു പോയി, അത്ര തന്നെ. ആ തള്ള തലമറന്ന് എന്നെ വയ്ക്കാൻ തുടങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. ഞാനെന്തോ പറഞ്ഞു, അതിന് കെറിയിച്ചു പോയിരിക്കാൻ അവർ. അമ്മായി എന്താ തലമുറ നിന്ന് വെച്ചത്? അമ്മായി, അവരെ അമ്മായി എന്ന് വിളിക്കാൻ നാണോ ആവുന്നില്ലേ? ഞാൻ കെട്ടിയ പെണ്ണിന്റെ ഉമ്മാനെ അമ്മായി എന്നല്ലാണ്ട് പിന്നെ ഉമ്മാന്ന് വിളിക്കുവോ? ഓ, കെട്ടിയ പെണ്ണ്. എന്തു പറ്റി? ഒരു ചായക്കടക്കാരന്റെ മോളായതുകൊണ്ടായിരിക്കും അല്ലേ? അതിൽ ആർക്കെങ്കിലും അന്തസ്സുകളുണ്ടെങ്കിൽ അവർ ഈ വീട്ടിൽ നിൽക്കണമെന്നില്ല. ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാ അവകാശം? ഇത് എന്റെ കൂടി വീടാണ്. കെട്ടിച്ചയച്ച പെണ്ണിനേക്കാൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനായി ഈ വീട്ടിൽ അവകാശം. എന്താ ഇവിടെ ഒരു ബഹളം? കേട്ടു പാപ്പ ഇക്ക പറഞ്ഞത്? എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശം ഇല്ലാന്ന്. എന്നോട് ഇവിടെ ഇറങ്ങിപ്പോക്കോളാൻ. നേരാണോടാ? നീ എങ്ങനെ പറഞ്ഞോ? എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഉമ്മൂന് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാത്രേ. നേരല്ലേ അവള് പറഞ്ഞത്? കെട്ടിക്കൊണ്ടുവന്നതായിട്ട് 3 മൊഴിയുടെ ബന്ധമേ ഉള്ളൂ. എത്ര മൊയ്യല്ലാലും പോവാത്ത ബന്ധാടാ ഉമ്മയോടും ബാപ്പയോടും പെങ്ങന്മാരോടുള്ളത്. പെണ്ണേ, ചായക്കടക്കാരൻ ഹമീദിന്റെ മോളായി തന്നെ കഴിഞ്ഞാ മതി കേട്ടോ. ആ, കരയുന്നോ? ചായക്കടക്കാരൻ ഹമീദിന്റെ മകളായിട്ടല്ല, കമറുദ്ദീന്റെ ഭാര്യയായിട്ട് നീ ഈ വീട്ടിൽ ജീവിക്കും. ഈയിടെ താഹിറെ കുറച്ച് കൂടി പോകുന്നുണ്ട്. നിങ്ങൾ അവളെ നിലയ്ക്ക് നിർത്തണം. ഹായ്.
പോകാം. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല ആരിഫ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. വാ കേറ് കേറ്. നല്ല കൊഴലപ്പം. ഇത് എവിടുന്ന? ഉമ്മ കുഞ്ഞിന്റെ ഉമ്മ കൊണ്ടുവന്നതാ. ചായക്കടക്കാരല്ലേ, പലഹാരങ്ങളൊക്കെ ജോറായിരിക്കും. അത്ര മേന്മയൊന്നും പറയണ്ട, ഉപ്പ് കുറെ കൂടുതലാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ബാപ്പയുടെ പേര് ഹമീദ്, ഉപ്പപ്പാടെ പേരോ ഹൈദ്രോസ്, മൂപ്പരുടെ ബാപ്പയുടെ പേരോ അറിഞ്ഞൂടാ. അറിയൂല. എന്റെ ഉപ്പാപ്പയുടെയും അങ്ങേരുടെ ഉപ്പാപ്പയുടെയും പിന്നെ ഉപ്പാപ്പയുടെയും ഉപ്പാപ്പയുടെയും പേര് ഞാൻ പറയാം. അതൊക്കെ പിടിയിട്ടണമെങ്കിൽ തറവാട്ടുകാരായിരിക്കണം. നീ ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാ തറവാട്ടുകാരായി ഞങ്ങൾക്ക് കുറച്ചില്ല. താഹിറ, നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. മോളെ, നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ? വേണ്ടമ്മായി. മോളെ, ഒരു വീടായാൽ പല പിണക്കങ്ങളും കാണും എന്ന് വെച്ച് അതൊന്നും ഇവിടെയുള്ള ആണുങ്ങൾ അറിയാൻ ഇടവരരുത്. അതാണ് കുടുംബത്തോട് സ്നേഹമുള്ള പെണ്ണുങ്ങളുടെ ലക്ഷണം. ഉമ്മോ, നടക്ക്. നടക്കാൻ നടക്കാൻ. ഇരിക്ക്. ഇരിക്കാൻ. കുടുംബക്കാരും തറവാട്ടുകാരും അല്ലാത്തവർ ഈ മേശപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിക്കും. അവൾ പറയുന്നൊന്നും നീ അത്ര കാര്യമായി എടുക്കണ്ട മോളെ. എന്തു ചെയ്യാം, ബാപ്പയുടെ സ്നേഹം മൂത്തുമൂത്ത് അവൾ അങ്ങനെയായിപ്പോയി. കഴിക്കേ. അസ്സലാമലൈക്കും. ഞമ്മക്കിപ്പോ പുറത്തിറങ്ങി എടുക്കാൻ പറ്റാതായി. എപ്പോ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അലിയാര് കുഞ്ഞിയാക്ക് നിങ്ങളെ പറ്റി ആക്ഷേപം പറയാനേ നേരമുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ അങ്ങേര് പറയുന്നത്? ലാക്കിന്റെ അവലും കഞ്ഞി. ഹമീദും അലിയാര് കുഞ്ഞിക്ക് ഒപ്പത്തിനൊപ്പമാണെന്ന് പറയുന്നത് ശരിയാണോ? അതും പറയും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി ചെല്ലണേ? മോള് സുഖമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാ പോരെ? അവരൊക്കെ വലിയ വലിയ തറവാട്ടുകാരാ. എന്തോടോ കാക്ക ഈ തറവാടെന്ന് പറയുന്നത്? അവരാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പാടില്ല. എന്താ കാളച്ചന്തേനി പിടിച്ചോണ്ട് പോയ ഉരുവോ മറ്റാണോ ഞങ്ങളുടെ മോള്? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ബന്ധം പിടിക്കുമ്പോ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നോക്ക്, അവർക്ക് അവരുടെ അന്തസ് കളഞ്ഞു വിളിക്കാൻ ഒക്കുവോ? അന്തസ്, ഈ അന്തസ്സിന്റെ പേരും പറഞ്ഞ മോളെ ആ നരകത്തിക്കൊണ്ടിട്ടത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇല മുള്ളിച്ചെന്ന് വീണാലും മുള്ള ഇല ചെന്ന് വീണാലും കേടൊക്കെ ഇലക്ക് തന്നെയാണ്. മുള്ളിന് നോ പ്രോബ്ലം. ഇപ്പോളേ അണ്ണാക്ക് വരലാണ് വല്ലതുണ്ടോ? നിങ്ങൾ ഇവിടെ ചായക്കട തുടങ്ങിയ കാലം മുതൽക്കേ നമ്മൾ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് നേരാമണം ശമ്പളം തന്നിട്ടുണ്ടാ? ഇപ്പൊ തന്നെ എത്രമാത്രം കുടിശ്ശിക ബാക്കിയുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാ? എന്റെ ശമ്പളവും അതിന്റെ പലിശയും തീർത്ത് തരാണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒരറ്റടി വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നൊന്നും പറയാൻ ഈ കോയ തയ്യാറല്ല. എന്ന് വെച്ചാല് ഇക്കാടെ നല്ല കാലത്ത് ഈ കോയ കൂടെ ഉണ്ടായിരുന്നു, ചീത്തക്കാലത്തും ഈ കോയ കൂടെ ഉണ്ടാവും. ഇക്ക വിഷമിക്കാണ്ടിരി. ഒരു രാത്രിക്ക് ഒരു പകലില്ലാണ്ടിരിക്കില്ലല്ലോ. അല്ലാ അമീക്ക, മമ്മാലിയ ഇരിക്കേ. എനിക്കിരിക്കാനൊന്നും സമയമില്ല. എന്നാ പിന്നെ നിക്കണാണ് നല്ലത്. ഞാൻ നിങ്ങൾ വീട്ടിലൊക്കെ തിരക്കിട്ടാ വരണം. സംഗതി മനസ്സിലായില്ലേ? കല്യാണത്തിന് മേടിച്ച കാശിന്റെ പലിശ ചോദിക്കാനായിരിക്കും. എനിക്ക് മുതലും ഇപ്പൊ തന്നെ കിട്ടണം. മമ്മാലി, കുറച്ച് ദിവസത്തേക്ക് കൂടി അവധി തരണം. ഞാൻ ആകെ തറന്നിരിക്കുക. തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ വാങ്ങിച്ചത്?
ഇതെന്താണിത്? എന്താ കളിക്കൽ? ഇവിടെ ഇരിക്കുക. ഇതെന്താണിത്? അങ്ങനെ അങ്ങോട്ട് ചൂടാകാതിരിക്കും അമ്മാലിക്ക. കാശ് കടം മേടിക്കുമ്പോ എങ്ങനെയാണ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കാന്ന് ആരും ചിന്തിക്കാറില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാല് കടം മേടിക്കാൻ പറ്റുവാ? വലിയൊരു വീട്ടിലെ ബന്ധുതയല്ലേ നടന്നത്. ഞമ്മക്ക് കഷ്ടമുണ്ടെങ്കിലും അവരുടെ അന്തസ്സിനനുസരിച്ച് പെണ്ണിനിറക്കി കൊടുക്കണം. എന്തൊരു ചെലവായിരുന്നു എന്റെ മമാലിക്ക. എന്താണിത്? മമാലിക്ക ഇങ്ങോട്ട് നോക്കിയതേ. മമാലിക്ക, പണം ചോദിച്ചിട്ട് ഹമീദ് ഖാനെ ബുദ്ധിമുട്ടിക്കരുത്. പണം അങ്ങേര് തരും. ഇപ്പൊ അതെ ഞാനിത് തരും. ഇതുകൊണ്ടൊന്നും ആയില്ല. ഇപ്പോൾ ഗ്ലാസ് വെള്ളവും തരും, കൂടെ ചായയും കൊണ്ട് തരും. അത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ നോക്കി. വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇത് കുറച്ച് പൊതിയട്ടെ. വേണ്ടല്ലേ? വേണമല്ലേ? വേണ്ടല്ലേ? അല്ലോ അതേ നോക്കണ്. മമ്മാലി, ഒരു 3-4 മാസത്തെ അവധി എനിക്ക് തന്നേ പറ്റൂ. അതിനിടയ്ക്ക് മറ്റൊന്നും തരപ്പെട്ടില്ലെങ്കിൽ താമസിക്കുന്ന വീടും പറമ്പും പണയപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങളുടെ കാശ് ഞാൻ തരാം. നേരാണല്ലോ ഈ പറയണത്. ഇനി ഒരു അവധി കേൾക്കാൻ ഈ മമ്മാലിയെ കിട്ടൂല. എന്തൊരു കിടപ്പാണിത്? ഇന്ന് കടയിൽ പോകുന്നില്ലേ? എനിക്ക് തീരെ സുഖമില്ല. ദാ ചായ. എന്ത് പറ്റി? ഞാനാ മുസ്തഫ. ഇത് കുടിക്ക്. വയ്യെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് പോയെന്തിനാ? എന്താ പറഞ്ഞേ? നിങ്ങളുടെ മോൻ എന്റെ പെണ്ണിനെ കെട്ടിച്ചേരേ? എടോ, ഒരു ചായക്കടക്കാരന്റെ മോനെന്ന് പറഞ്ഞാല് അതിലൊരു അന്തസ്സുണ്ട്. ഒരു പെട്ടിക്കടക്കാരന്റെ മീൻകച്ചവടക്കാരന്റെ മോനെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. നിങ്ങളെപ്പോലെ ഇറച്ചി വെട്ടുകാരന്റെ കുടുംബമായി ഞാനൊരു ബന്ധുത പഠിക്കും താൻ വിചാരിച്ചല്ലോടോ മുസ്തഫ. എനിക്ക് വിഷമമുണ്ട് ഈ കാര്യത്തിൽ. ഇറച്ചി വെട്ടിന്റെ തൊഴിലാണ്. നാണം കെട്ട തൊഴില്. അമീതേ, എന്റെ തൊഴിലിനെ ആക്ഷേപിക്കരുത്. ആക്ഷേപിച്ചാൽ നിങ്ങളുടെ മകളെ കെട്ടുപറഞ്ഞു വന്നതിന്റെ പേരിൽ ഞാനിപ്പോ ക്ഷമിക്കുകയാണ്. അല്ലെങ്കിൽ താൻ ഒളത്തും. ഞാൻ നിങ്ങളെ അപമാനിച്ചു മുസ്തഫ. ആ പഴയ കഥകളൊക്കെ എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ മറന്നു. എനിക്ക് മറക്കാനാവില്ല മുസ്തഫ. ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. കിടന്നോളൂ, കിടന്നോളൂ. അല്ലാ, ശ്വാസം വലിച്ചുവിട്. ഒന്നുകൂടെ വലിച്ചുവിട്. ഈ മരുന്ന് വാങ്ങി കൊടുക്കണം കേട്ടോ. ഡോക്ടർ. താങ്ക് യു. അമീതേ, ഞാൻ അങ്ങാടി വരെ ഒന്ന് പോയിട്ട് വരാം. മോളെ, ഞാൻ വരുന്ന വരെ ഇവിടെ തന്നെ കാണണം. ശരി മാമ, ഞാൻ പിന്നെ വരാം. ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവരാം മോളെ.
അന്തസ് മോഹിച്ച് ബാപ്പ ചെയ്ത അപരാധം പുറത്തുതാ മോളെ. എന്തിനാ കരയുന്നേ?